ദല്ലാൽ ടി.ജി. നന്ദകുമാർ നൽകിയ അപകീർത്തി കേസിൽ അനിൽ ആന്റണിക്കും കെ സുരേന്ദ്രനും നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. അടുത്ത മാസം 31-ന് ഹാജരാകണമെന്ന് എറണാകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. പ്രദീപ് ജോസഫ് നൽകും വിവരങ്ങൾ. പ്രദീപ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി നേതാക്കളായ അനിൽ ആന്റണിക്കും കെ സുരേന്ദ്രനും എതിരെ ടി.ജി. നന്ദകുമാർ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. പ്രത്യാരോപണങ്ങളാണ് ഈ സമയത്ത് ഇവർ തമ്മിൽ ഉണ്ടായത്. ഇതിൽ ടി.ജി. നന്ദകുമാർ കെ സുരേന്ദ്രനും അനിൽ ആന്റണിക്കുമെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായി മൊഴി നൽകുകയും ചെയ്തു. 25 ലക്ഷം രൂപ കോഴ വാങ്ങി തുടങ്ങിയവയായിരുന്നു നന്ദകുമാറിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് അനിൽ ആന്റണി കോഴ വാങ്ങി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നന്ദകുമാർ ഉന്നയിച്ചിരുന്നത്. നന്ദകുമാറിനെതിരെ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉന്നയിക്കുകയുണ്ടായി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നന്ദകുമാർ മാനനഷ്ട കേസ് കൊടുത്തത്. ഈ കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. അടുത്ത മാസം 31-ാം തീയതി കെ സുരേന്ദ്രനോടും അനിൽ കെ ആന്റണിയോടും നേരിട്ട് ഹാജരാകാനാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 9 ഉത്തരവിട്ടിരിക്കുന്നത്.